ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒത്തിരി ക്ലാസ്സസ് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. എൻ്റെ ക്ലാസ്സിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്ത് പ്രസൻറ്റ് ചെയ്യുവാണ്. അപ്പോൾ അതിൽ കുറേ പോരായ്മകളുണ്ട്, എനിക്കറിയാം. വേറെ രീതിയിൽ ക്ലാസ് എടുക്കാൻ ഇപ്പോൾ സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. അത് നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് സെൽ റിലേറ്റഡ് ഫാക്ട്സ് ആണ്. അതിൽ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്, ഇപ്പോൾ PSC പരീക്ഷകൾക്കായിക്കോട്ടെ, അല്ലാതെ തന്നെ നമ്മുടെ ലൈഫ് സയൻസിൻ്റെ എക്സാമുകൾക്കൊക്കെ ചോദിക്കുന്നത്, HSIക്ക് ഇതുവരെ ചോദിച്ച് കണ്ടിട്ടുള്ളതുമായിട്ടൊക്കെ ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ മലയാളത്തിലാണ് നോട്ട്, ഈസിലി എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് മലയാളത്തിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ റോബർട്ട് ഹുക്ക് 1665 നമ്മുടെ പ്ലാന്റിൻ്റെ കോർക്ക് സെൽസ് ഇല്ലേ, ആ കോർക്ക് സെൽസ് കണ്ടെത്തി റോബർട്ട് ഹുക്ക്. അപ്പോൾ അത് ലിവിങ് സെൽസ് എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ നമുക്കറിയാതെ എന്താണ്, ജസ്റ്റ് ഈ ഹണി ബി കോംബ് പോലെയുള്ള സ്ട്രക്ചറാണ്, അത് ലിവിങ് സെൽസ് അല്ല എന്നറിയാം. സോ റോബർട്ട് ഹുക്കാണ് ആദ്യമായിട്ട് കോക്ക് സെൽസ് കണ്ടെത്തുന്നത്. അതാണ് അതായത് സെല്ലിൻ്റെ ഫസ്റ്റ് ഡിസ്കവറി എന്ന് പറയുന്നത് 1665. അടുത്ത ആൻറ്റൺ വാൻ ലിവൻ ഹൂക്ക്, ഇദ്ദേഹം 1674 എന്ത് ചെയ്തു, ഫസ്റ്റ് ടൈം ഈ ജീവനുള്ള കോശത്തെ നിരീക്ഷിച്ചു. ഫസ്റ്റ് ടൈം ജീവനുള്ള കോശത്തെ നിരീക്ഷിച്ച വ്യക്തി എന്ന് പറയുന്നത് ആൻറ്റൺ വാൻ ലിവൻ ഹൂക്കാണ്. സീലിയ, ഫ്ലജല്ല എന്നിവയുടെ ഘടന വ്യക്തമാക്കുകയും ആര് ചെയ്തു, ആൻറ്റൺ വാൻ ലിവൻ ഹൂക്ക് ചെയ്തു. ഇനി അടുത്ത റോബർട്ട് ബ്രൗൺ ആണ്. 1831 ഓർക്കിഡ് സസ്യകോശങ്ങളിൽ, അതായത് ഓർക്കിഡിൻ്റെ പ്ലാന്റ് സെൽസിൽ നിന്നും ന്യൂക്ലിയസ് കണ്ടെത്തി. ന്യൂക്ലിയസ് കണ്ടെത്തി. അടുത്തത് ഫെലിസെ ഫൊണ്ടാന എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഈ ന്യൂക്ലിയസിൻ്റെ അകത്തിരിക്കുന്ന ന്യൂക്ലിയോലസിനെ കണ്ടെത്തി. അപ്പം ന്യൂക്ലിയസിന് ഉള്ളിലിരിക്കുന്ന ന്യൂക്ലിയസിൻ്റെ കുറച്ചുകൂടെ സെൻറ്റർ എന്ന് പറയുന്ന ന്യൂക്ലിയോലസിനെ കണ്ടെത്തിയത് ആരാണ്, ഫെലിസെ ഫൊണ്ടാന. ന്യൂക്ലിയസിനുള്ളിൽ ന്യൂക്ലിയസിൻ്റെ സെൻറ്റർ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ന്യൂക്ലിയോലസ് കണ്ടെത്തിയത് ആരാണ്, ഫെലിസെ ഫൊണ്ടാനയാണ്. ഇനി അടുത്തത് മാത്യൂസ് ഷ്ലീഡനെയും ഷ്വാനെയും പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. മാത്യൂസ് ഷ്ലീഡൻ എന്താണ് കണ്ടെത്തിയത്, അദ്ദേഹം എല്ലാ സസ്യങ്ങളും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് പ്രസ്താവിച്ചു. ഇത് ഓർത്തിരിക്കാനൊന്ന് ആലോചിച്ചാൽ മതി. നമ്മുടെ ഷ്വാൻ സെൽസും ഷ്ലീഡനും പറയുമ്പോഴൊക്കെ ഒരുപോലെ ഷ്ലീഡൻ എന്ന് പറയുമ്പോഴത്തേക്കും പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കാമെന്ന് ഓർക്കുക. അപ്പോൾ എല്ലാ സസ്യങ്ങളും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് പ്രസ്താവിച്ചത് 1838 മാത്യൂസ് ഷ്ലീഡനാണ്. ഇനി തിയോഡർ ഷ്വാൻ എന്ന് പറയുമ്പോൾ, ഇതാണ് ഞാൻ കണക്ട് ചെയ്യാൻ ഓർത്തത്. ഷ്വാൻ എന്ന് പറയുമ്പം ആനിമൽസ് അല്ല, അത് ഷ്വാൻ സെൽസ് ബ്രെയിനിലുള്ളതാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഓർത്തിരിക്കാം. തിയോഡർ ഷ്വാൻ എന്ന് പറയുന്ന 1839 എല്ലാ ജന്തുക്കളും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. എല്ലാ സസ്യങ്ങളും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ഷ്ലീഡനും, എല്ലാ ആനിമൽസും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ഷ്വാനുമാണ്. 38 ഷ്ലീഡൻ കണ്ടെത്തിയതെങ്കിൽ 39 ഷ്വാൻ കണ്ടെത്തിയത്. ഇനി ഇവർ ചേർന്നിട്ടാണ് എന്ത് സിദ്ധാന്തം പ്രഖ്യാപിച്ചത്, നമ്മുടെ സെൽ ബയോളജിയുടെ തന്നെ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൽ തിയറി ഡെവലപ്പ് ചെയ്തത് ഇവരാണ്. ഇവർ സെൽ തിയറിയിൽ ഈ രണ്ട് കാര്യങ്ങൾ ആഡ് ചെയ്തു. ഇതോടൊപ്പം തന്നെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് ആഡ് ചെയ്തത് റുഡോൾഫ് റിഷോ ആണ്. അദ്ദേഹം പറഞ്ഞത് ഒമിനിസ് സെല്ലുലെ ഈ സെല്ലുല എന്ന് പറയുന്ന ഒരു തത്വം അദ്ദേഹം ഡെവലപ്പ് ചെയ്തു. ഒമിനിസ് സെല്ലുലെ ഈ സെല്ലുല അതെന്താ വെച്ചാൽ, നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാവൂ എന്ന് സ്ഥാപിച്ചു. നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാവുമെന്ന് സ്ഥാപിച്ചത് റുഡോൾഫ് റിഷോ ആണ് 1855. അപ്പോൾ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഈ സെൽ തിയറിനെ ഒന്ന് മോഡിഫൈ ചെയ്യുകയും ചെയ്തു. ഇനി പർക്കിൻജി എന്താണ് ചെയ്തത്, അദ്ദേഹം 1839 കോശത്തിനുള്ളിലെ ജീവദ്രവ്യത്തിന് പ്രോട്ടോപ്ലാസം എന്ന് പേരിട്ടു. കോശത്തിനുള്ളിലെ ജീവദ്രവ്യത്തിന് പ്രോട്ടോപ്ലാസം എന്ന് പേരിട്ടു. ഇനി അടുത്തത് കൊല്ലീക്കറാണ് പേശീകോശങ്ങളിൽ ആദ്യമായി മൈറ്റോകോൺട്രിയ നിരീക്ഷിച്ചത്. പേശീകോശങ്ങളിൽ ആദ്യമായിട്ട് മൈറ്റോകോൺട്രിയ നിരീക്ഷിച്ചത് കൊല്ലീക്കറാണ്. എന്നാൽ ഇത് ഈ പറയുന്ന സെൽ ഓർഗനലിന് അല്ലെങ്കിൽ കോശാംഗത്തിന് മൈറ്റോകോൺട്രിയ എന്ന് പേര് കൊടുത്തത് 1898 കാൾ ബെൻഡെയാണ്. 1898 കാൾ ബെൻഡെയാണ് മൈറ്റോകോൺട്രിയയ്ക്ക് ആ പേര് കൊടുത്തത്. മൈറ്റോകോൺട്രിയ ആദ്യമായിട്ട് ഒബ്സർവ് ചെയ്തത് കൊല്ലീക്കറാണ്.
അടുത്ത റിച്ചാർഡ് ഓൾട്ട്മാൻ. ഇദ്ദേഹമാണ് മൈറ്റോകോൺട്രിയ ആദ്യ കാലഘട്ടങ്ങളിൽ ബയോപ്ലാസ്റ്റ് എന്ന് വിളിച്ചത്. അപ്പം റിച്ചാർഡ് ഓൾട്ട്മാൻ മൈറ്റോകോൺട്രിയ ആദ്യ കാലഘട്ടങ്ങളിൽ ബയോപ്ലാസ്റ്റ് എന്ന് വിളിച്ചിരുന്നു. ഇനി കാമിലോ ഗോൾഗി 1898 കോശത്തിനുള്ളിലെ സവിശേഷമായ പാക്കിംഗ് കേന്ദ്രമായ ഗോൾഗി ബോഡി കണ്ടെത്തി. ഗോൾഗി ബോഡി കണ്ടെത്തി. ഇനി ജോർജ് പാലിഡ് ഇദ്ദേഹമാണ് പ്രോട്ടീൻ നിർമ്മാണ കേന്ദ്രമായിട്ടുള്ള റൈബോസോമിനെ കണ്ടെത്തി. ഇവ പാലറ്റ് പാർട്ടിക്കിൾസ് എന്നും അറിയപ്പെടുന്നു. അപ്പോൾ റൈബോസോമിനെ പാലറ്റ് പാർട്ടിക്കിൾസ് എന്നറിയപ്പെടുന്നതിൻ്റെ കാരണം ഇദ്ദേഹമാണ് റൈബോസോമിനെ കണ്ടെത്തിയത്. ഇനി ക്രിസ്ത്യൻ ഡി ഡുവേ കോശത്തിനുള്ളിലെ ആത്മഹത്യാ സഞ്ചികളായിട്ടുള്ള ലൈസോസോമിനെ കണ്ടെത്തിയത് ക്രിസ്ത്യൻ ഡി ഡുവേ ആണ് കോശത്തിലെ ആത്മഹത്യാ സഞ്ചികൾ എന്നറിയപ്പെടുന്ന ലൈസോസോമിനെ കണ്ടെത്തിയത്. പെറോക്സിസോമിനെ കണ്ടെത്തിയതും ഇദ്ദേഹം തന്നെയാണ്. ഇനി എഡ്വേർഡ് വാൻ ബെനഡൻ ആണ് വിഭജനത്തിന് സഹായിക്കുന്ന സെൻട്രോസോമിനെ കണ്ടെത്തിയത്. അപ്പോൾ കോശവിഭജനത്തിന് സഹായിക്കുന്ന സെൻട്രോസോമിനെ കണ്ടെത്തിയത് ആരാണ്? വാൻ ബെനിഡൻ ആണ്. ഇനി തിയോഡർ ബോവറിയാണ് ഈ ഒരു ഘടനയ്ക്ക് സെൻട്രോസോം അഥവാ സെൻട്രിയോൾ എന്ന് പേരിട്ടത്. അപ്പോൾ കണ്ടെത്തിയത് എഡ്വേർഡ് വാൻ ബെനഡൻ ആണെങ്കിൽ അതിന് ആ പേര് കൊടുത്തത് നമ്മുടെ തിയോഡർ ബോവറിയാണ്. പേര് കൊടുത്തത്. ഇനി അടുത്തത് ആൽബർട്ട് ക്ലോഡ്, കീത്ത് പോട്ടർ, ഇവർ രണ്ടുപേരും കൂടെ ചേർന്നാണ് കോശത്തിനുള്ളിലെ സഞ്ചാരപാതയായ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനെ കണ്ടെത്തിയത്. അപ്പോൾ കീത്ത് പോട്ടർ, ആൽബർട്ട് ക്ലോഡ് എന്നിവർ ചേർന്നാണ് എന്ത് കണ്ടെത്തിയത്? സഞ്ചാരപാതയായ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനെ കണ്ടെത്തിയത്. ഇനി ആൻഡ്രിയാസ് ഷിംബർ ഇദ്ദേഹം എന്ത് ചെയ്തു? സസ്യങ്ങളിലെ പ്രകാശ സംശ്ലേഷണത്തിന് കാരണമായ ഹരിതകത്തിന് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പേരിട്ടു. അപ്പം ആൻഡ്രിയാസ് ഷിംബറാണ് സസ്യങ്ങളിലെ പ്രകാശ സംശ്ലേഷണത്തിന് കാരണമായ ഹരിതകത്തിന് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പേരിട്ടത്. നഗേലി സി ക്രാമർ എന്നിവർ ചേർന്നാണ് കോശത്തിൻ്റെ പുറം ചട്ടയ്ക്ക് പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പേരിട്ടത്. അപ്പോൾ നഗേലി സി ക്രാമർ എന്നിവർ ചേർന്നാണ് കോശത്തിൻ്റെ പുറം ചട്ടയ്ക്ക് പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പേരിട്ടത്. ജെ.ക്യു. പ്ലോവ് ഇദ്ദേഹം പ്ലാസ്മ മെംബ്രെയിനെ സൂചിപ്പിക്കാൻ പ്ലാസ്മ ലെമ്മ എന്ന വാക്ക് ഉപയോഗിച്ചു. അപ്പം ജെ.ക്യു. പ്ലോവ് എന്ത് ചെയ്തു? പ്ലാസ്മ മെംബ്രെയിനെ സൂചിപ്പിക്കാൻ പ്ലാസ്മ ലെമ്മ എന്ന വാക്ക് ഉപയോഗിച്ചു. കോൾ വില്യം വോൺ നഗേലി ഇദ്ദേഹം വാക്യൂളിൻ്റെ പുറംചട്ടയായ ടോണോപ്ലാസ്റ്റിന് ആ പേര് നൽകിയത് കോൾ വില്യം വോൺ നഗേലിയാണ്. എസ്.ജെ. സിംഗർ ആൻഡ് ജി. ലൂയിസ് നിക്കോൾസൺ ഇവരെ പറ്റി അറിയാത്തവരായിട്ട് ആരും ഉണ്ടാകത്തില്ല. 1972 പ്ലാസ്മ മെംബ്രെയിൻ്റെ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ അവതരിപ്പിച്ചത് ഇവരാണ്. ഇനി വാൾട്ടർ ഫ്ലെമിംഗ് 1879 ക്രോമാറ്റിൻ കണ്ടെത്തി സമവിഭജന പ്രക്രിയയ്ക്ക് മൈറ്റോസിസ് എന്ന് പേര് നൽകുകയും ചെയ്തു. അപ്പോൾ സമവിഭജന പ്രക്രിയയ്ക്ക് മൈറ്റോസിസ് എന്ന് പേര് നൽകിയത് ആരാണ്? വാൾട്ടർ ഫ്ലെമിംഗ് ആണ്. ലിൻ മാർഗുലിസ് മൈറ്റോകോൺട്രിയയുടെയും ക്ലോറോപ്ലാസ്റ്റിൻ്റെയും ഉത്ഭവം വ്യക്തമാക്കുന്ന എൻഡോസിംബയോട്ടിക് സിദ്ധാന്തം അവതരിപ്പിച്ചു. അപ്പോൾ ലിൻ മാർഗുലിസ് ആണ് മൈറ്റോകോൺട്രിയയുടെയും ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഉത്ഭവം വ്യക്തമാക്കുന്ന എൻഡോസിംബയോട്ടിക് സിദ്ധാന്തം അവതരിപ്പിച്ചത്. ഓക്കെ.